തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായത് പ്രതികളുടെ കുടുംബങ്ങളിൽ നിന്ന് പണം തട്ടിയ രണ്ടുപേർ മലപ്പുറത്ത് അറസ്റ്റിൽ. വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് ഒതുക്കാൻ എന്ന പേരിലാണ് 25 ലക്ഷം രൂപ കൈക്കലാക്കിയത്. പണം പോലീസിന് കൈമാറിയാൽ കേസ് ഒത്തുതീർപ്പാക്കാൻ കഴിയുമെന്നായിരുന്നു വാഗ്ദാനം. ഇതേ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ആദ്യം പിടിയിലായവർ തന്നെയാണ് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത്. രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ പൊന്നാനി നരിപ്പറമ്പ് സ്വദേശി ഇർഷാദ്, തിരൂർ പുറത്തൂർ സ്വദേശി രാഹുൽ എന്നിവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രതികൾ പണം തട്ടിയെടുത്തു എന്നാണ് പരാതി. തിരൂർ തൃപ്രങ്ങോട് സ്വദേശി നവാസ്, ചിറക്കപ്പറമ്പ് കമറുദ്ദീൻ എന്നിവരാണ് പൊന്നാനി പോലീസിന്റെ പിടിയിലായത്. കേസ് ഒതുക്കി തീർക്കാൻ ജില്ലാ പോലീസ് മേധാവി മുതൽ CI വരെയുള്ളവർക്ക് പണം നൽകണമെന്നാവശ്യപ്പെട്ട് 25 ലക്ഷം രൂപയാണ് പ്രതികൾ കുടുംബങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയത്. നവാസ് അതുപോലെ തന്നെ കമറുദ്ദീൻ ഇവരെ വീടുകളിൽ പോയി, എന്നിട്ട് അവർക്ക് DYSP, SP അതുപോലെ CI മറ്റുള്ള പോലീസുകാരുമായിട്ട് ബന്ധമുണ്ടെന്നും, അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ കേസിൽ നിന്നും ഒഴിവാക്കി വിടാമെന്നും ഇല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പോകുമെന്നും പറഞ്ഞ് അവരെ ഒന്ന് പേടിപ്പിച്ച ശേഷം അവർ സഹോദരങ്ങളായി സംസാരിച്ചിട്ട് അവർ പൈസ ആവശ്യപ്പെട്ടു. പോലീസുകാർക്ക് കൊടുക്കാനെന്ന കാര്യമാണ് പൈസ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അത് 25 ലക്ഷം രൂപ വേണമെന്നാണ് അവർ പറഞ്ഞത്. 25 ലക്ഷം രൂപ. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ആദ്യം അറസ്റ്റിലായത് നവാസും കമറുദ്ദീനുമാണ്. ഇത് മുതലെടുത്താണ് കുടുംബങ്ങളിൽ നിന്ന് ഇവർ പണം കൈപ്പറ്റിയത്. സ്വർണം പണയപ്പെടുത്തിയും വായ്പ തരപ്പെടുത്തിയും ഒക്കെയാണ് രണ്ട് കുടുംബവും പണം ഇവർക്ക് സംഘടിപ്പിച്ചു നൽകിയത്. പണം നൽകിയതിനു ശേഷമാണ് കേസിൽ ഇർഷാദും രാഹുലും ഉൾപ്പെടെ 10 പേരെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കുടുംബം പോലീസിനെ സമീപിച്ചു. ഇതോടെ തട്ടിപ്പ് പുറത്താവുകയും പോലീസ് നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.